പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമുക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമാണ് എന്ന് ദൈവത്തിനറിയാം. അവയെല്ലാം തക്ക സമയത്ത് ദൈവം നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു പറയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. നാം ക്ഷമിക്കാതെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. രണ്ടാമതായി, നാം വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കുവാൻ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടെ വേണം നാം പ്രാർത്ഥിക്കാൻ. അതുപോലെ തന്നെ സ്ഥിരതയോടെ നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാൻ വൈകുമ്പോൾ നാം നിരാശപ്പെടാതെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി മുന്നോട്ട് പോകണം. ദൈവം നമുക്ക് എല്ലാം സാധിച്ച് തരും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? നമുക്ക് വേണ്ടത് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമാണ്. ഫിലിപ്പി 4:19 തിരുവചനം പറയുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മുടെ ദൈവം സർവസമ്പന്നനും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവുമാണ്. ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തിക്കൊള്ളും. യേശു പറയുന്നുണ്ട്, ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്നാണ് ഉയരേണ്ടത്. നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് ജെറമിയ പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ഈ ദുഷിച്ച ഹൃദയവും പേറി നടക്കുക? നമുക്ക് വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.